ഈ വീഡിയോ അപ്രൻറ്റീസ് രജിസ്റ്റർ ചെയ്യുന്ന വയർമാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു വർഷം ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അടുത്ത വർഷത്തേക്ക് നമ്മൾ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് തികഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വയർമാൻ ലൈസൻസ് എടുക്കാനുള്ള എക്സാം എഴുതാനുള്ള യോഗ്യത നേടുകയാണ്. അപ്പോൾ യോഗ്യത നേടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു എക്സാമിന് വേണ്ട സിലബസാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തെ പാർട്ടിൽ വരുന്നത് എഴുത്ത് പരീക്ഷ, രണ്ടാമത്തേൽ വരുന്നത് അതിൻ്റെ പല പ്രാക്ടിക്കൽസുമാണ്. അപ്പോൾ എഴുത്ത് പരീക്ഷയിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണ് നമുക്ക് ഈ വയർമാൻ സിലബസിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞാൻ ഓൾറെഡി പല വീഡിയോസും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് വീഡിയോസ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്ന പല പല ഏരിയാസിൽ നിന്നാണ്. അപ്പോൾ ആ പല പല ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എക്സാമിന് അപ്രോച്ച് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കുറേ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതെന്ന് വെച്ചൊരു പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് വർഷങ്ങളുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ഈ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴത്തേക്കും അതൊരു വേറെ ഫീലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ മറവിയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജസ്റ്റ് വായിച്ച് മാത്രം പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സിലബസിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയും അതിനെപ്പറ്റി വായിച്ചു നോക്കുകയും ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് നമുക്ക് ചില സൈറ്റുകളൊക്കെ മോക്ക് ഡ്രില്ല് പോലത്തെയൊക്കെ ഇതുണ്ട്. അതായത് ടെസ്റ്റ് നടത്തുന്ന പോലത്തെയൊക്കെ മോക്ക് ഡ്രിൽസ് ഉണ്ടാവും. അതങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ഇതിൻ്റെ അകത്ത് ആദ്യം വരുന്നത് നമ്മുടെ കണ്ടക്ടേഴ്സിനെ പറ്റിയൊക്കെയുള്ള ചാലകങ്ങൾ എന്നുള്ള ആ ഒരു പാർട്ടിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ചെമ്പ്, അലുമിനിയം, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ PVC എന്താണ്, XLP എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേബിൾ റിലേറ്റഡ്, അതിൻ്റെ റബ്ബർ, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ ഇൻസുലേറ്റർ പോലെ പോർസിലിൻ പോലത്തെ വൈദ്യുതി നിരോധ വസ്തുക്കൾ, അതിൻ്റെ സവിശേഷതകളും. പിന്നെ വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇംപെഡൻസ്, ഇങ്ങനെയുള്ള വളരെ ബേസിക്കായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ അതുകൂടാതെ പവർ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് പല 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 ഭാഗങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ ആയിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ചാനൽ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനോ ഉദ്ദേശിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ വയർമാൻ ലൈസൻസിൻ്റെ സോൾവ് ചെയ്യുന്ന പേപ്പറിൽ തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും അതിൻ്റെ വിശദമായ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറേ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ എന്താണെന്നുള്ള ഒരു ഐഡിയ അതിൻ്റെ അകത്ത് കിട്ടും. അതുകൂടാതെ നിങ്ങൾ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കത് സെപ്പറേറ്റ് പഠിക്കാവുന്നുള്ളൂ. അല്ലാതെ അങ്ങനെയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഓൺലൈൻ ഓഫ്ലൈനൊക്കെ ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്കും അതേപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെയുള്ള ബേസിക് കാര്യങ്ങൾ പഠിക്കണം. കറണ്ട്, പവർ, എനർജി, വോൾട്ടേജ് എന്തൊക്കെ, പിന്നെ വോൾട്ടേജ് ഡ്രോപ്പിനെ പറ്റിയും പിന്നെ സിമ്പിളായിട്ടുള്ള കുറച്ച് കണക്കുകളുണ്ടാവും. അപ്പോൾ ഈ മെയിൻലി നമ്മുടെ സീരീസ് പാരലൽ കണക്ഷനൊക്കെ വരുമ്പോഴുള്ള റെസിസ്റ്റൻസ് എത്ര കൂടുന്നു കുറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വരുന്നത് കുറച്ച് ജനറൽ നോളേജ് പോലത്തെ സാധനങ്ങളാണ് രണ്ടാമത്തെ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളും താപവൈദ്യുത പദ്ധതികളും ഇതെല്ലാം ജനറൽ നോളേജ് എന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ അതിൽ കുറച്ച് എത്ര മെഗാവാട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. അപ്പോൾ അതാണ് വരുന്നത്. അതിനെപ്പറ്റി ചോദിക്കാം, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെപ്പറ്റിയും ചോദിക്കാം. ഉത്പാദനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അതിൻ്റെ ബേസിക് കാര്യങ്ങളും ചോദിക്കാം. സബ്സ്റ്റേഷനുകളുടെയും ട്രാൻസ്ഫോമറിൻ്റെയും പ്രവർത്തനങ്ങൾ. പിന്നെ അതുകൂടാതെ ബാറ്ററികളെപ്പറ്റി ചോദിക്കാം. ലെഡ് ആസിഡ് ബാറ്ററി, അതിൻ്റെ നിർമ്മാണം എങ്ങനെയാണ്, അതിൻ്റെ ചാർജിങ്, ഡിസ്ചാർജിങ്, ട്യൂബുലർ ബാറ്ററി എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ അതോറിറ്റിയുടെ, സെൻട്രൽ ഇലക്ട്രിക്കൽ അതോറിറ്റിയുടെ റെഗുലേഷനുകൾ പലതും പഠിക്കേണ്ടി വരും. ഏതൊക്കെയാണ് 12, 19, 29 ഒക്കെ പറഞ്ഞാൽ അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന ടൈമിൽ ഓരോ റെഗുലേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റെഗുലേഷൻ 29 അതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ
ഇലക്ട്രിസിറ്റി ലൈസൻസിങ് ബോർഡിൻ്റെ റൂൾസ്, കേരള സിനിമ റെഗുലേഷൻ റൂൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൂൾസ് പോലത്തെ സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ജനറൽ നോളേജ് പോലത്തെ സാധനങ്ങൾ, റൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളും, അതുകൂടാതെ അതിൽ ബാറ്ററിയുടെ കുറച്ച് കാര്യങ്ങളും വരുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ മൂന്നാമത്തെ ഇതിൽ വരുന്നത് നമ്മുടെ അളക്കുന്ന ഉപാധികൾ, വോൾട്ടിമീറ്റർ, അമീറ്റർ, വാട്ട് മീറ്റർ, ടോങ് ടെസ്റ്റർ, നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ അകത്ത് മറ്റേ ക്ലാം മീറ്ററൊക്കെ ഇല്ലേ, മൾട്ടിമീറ്റർ, ക്ലാം മീറ്റർ, അങ്ങനെയുള്ള അതിൻ്റെ അകത്ത് എന്താണ് പ്രവർത്തനങ്ങൾ, എനർജി മീറ്റർ ഉപയോഗിച്ച് എങ്ങനെ സിംഗിൾ ഫേസ്, 3 ഫേസിൽ അളക്കുന്നു, അതിൽ വരുന്ന തെറ്റുകൾ, അങ്ങനെയുള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. എങ്കിലാണ് ഒരു പാർട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നാലാമത്തത് വരുന്ന ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനം, അതിൻ്റെ തത്വം, അതിൻ്റെ KV റേറ്റിംഗ്, അതിൻ്റെ എഫിഷ്യൻസി, കാര്യക്ഷമത എന്ന് പറയുന്നത്, പിന്നെ അതെങ്ങനെ മെയിൻ്റെനൻസും കാര്യങ്ങളും, പിന്നെ അതുകൂടാതെ ഇൻഡക്ഷൻ മോട്ടറുകളെ പറ്റിയുള്ള ഇൻഡക്ഷൻ, സ്ക്വയൽ കേജ്, സ്ലിപ്പ് റിംഗ് മോട്ടറുകൾ അതെങ്ങനെയാണ്, പിന്നെ സ്റ്റാർട്ടർ, ഡ്യുവൽ സ്റ്റാർട്ടർ, ഓട്ടോമാറ്റിക് സ്റ്റാർട്ടർ, ഡെൽറ്റ സ്റ്റാർട്ടർ, റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളും, സിംഗിൾ ഫേസ് മോട്ടറുകളെ പറ്റിയും നമ്മൾ നോക്കണം. ഫാൻ റെഗുലേറ്റർ, ഇലക്ട്രോണിക് റെഗുലേറ്റർ, മിക്സി, വാഷിംഗ് മെഷീനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളും, ജനറേറ്ററുകളുടെ പ്രവർത്തന തത്വങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നോക്കണം. ഇനി വരുന്നത് LT, ലോ ടെൻഷൻ സൈഡ്. നമ്മുടെ സാധാരണ ട്രാൻസ്ഫോമറിൻ്റെ ഒരു സൈഡ് HT, മറ്റേ സൈഡ് LT. അപ്പോൾ ഇപ്പുറത്തേക്ക് വരുന്ന LT സൈഡിൽ, അതായത് 433 വോൾട്ട് അല്ലെങ്കിൽ 415 വോൾട്ട് വരുന്ന ആ സൈഡിലെ കേബിളുകളുടെ കാര്യങ്ങളും അതൊക്കെയാണ്. വോൾട്ടേജ്, കറണ്ട്, അതിൻ്റെ ഡ്രോപ്പുകൾ, അതിനെ പറ്റിയുള്ള കാൽക്കുലേഷൻ. ഞാനിതൊക്കെ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് റൂൾസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഇതെല്ലാം വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സബ് സ്വിച്ച് ബോർഡ്, SSB, MSB, പിന്നെ ഇതൊക്കെ ഞാൻ MSB, SSBയുടെ കാൽക്കുലേഷനൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത് ഈ സൂപ്പർവൈസർ ലൈസൻസ് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയായിട്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. അപ്പോൾ അതിൻ്റെ അകത്തും അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മെയിൻ സ്വിച്ച് ബോർഡൊക്കെ വയ്ക്കുമ്പോൾ, സബ് സ്വിച്ച് ബോർഡൊക്കെ വയ്ക്കുമ്പോഴുള്ള മെയിൻ സ്വിച്ച് ബോർഡ്, സബ് സ്വിച്ച് ബോർഡ് എന്നൊക്കെ പറഞ്ഞാൽ പാനലുകളാണ്, നമ്മുടെ ചെറിയ സ്വിച്ച് ബോർഡല്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ സർക്യൂട്ട് ബ്രേക്കർ, MCB, MCCB, സ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ, പിന്നെ വയറിങ് പൈപ്പുകൾ, നമ്മുടെ PVC അല്ലെങ്കിൽ നമ്മുടെ MS പൈപ്പുകൾ, അങ്ങനെ UPVC, അങ്ങനെ പൈപ്പുകളും അതിനെ പറ്റിയുള്ള കാര്യങ്ങളും, ഇൻവെർട്ടർ, അതിൻ്റെ ഡീറ്റെയിലിങ്സും, പിന്നെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്, അതായത് ബഹുനില കെട്ടിടങ്ങളുടെയൊക്കെ വയറിങ്ങിനും അതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ വരുന്ന ഒരു പ്രധാന സാധനമാണ് എർത്തിങ്. അപ്പോൾ എർത്തിങ്ങിൻ്റെ സ്റ്റാൻഡേർഡുകളും 3043 എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം. അതിൽ യൂസ് ചെയ്യുന്ന എർത്തിങ് കണ്ടക്ടറുകൾ, അതിന് യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് എന്തൊക്കെയാണ്, എന്താണത് എന്നൊക്കെ പറഞ്ഞ് അതിനെ പറ്റിയൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ എർത്തിങ്ങിൻ്റെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പ്ലേലിസ്റ്റുകളിൽ ഇട്ടിട്ടുണ്ട്, അതും കാണാം. പിന്നെ ഫ്യൂസ്, റീവയറബിൾ ഫ്യൂസ്, HRC ഫ്യൂസ്, അതിൻ്റെ റേറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, MCB, അതിൻ്റെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ, എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ, അതിനുള്ള ELCB, RCCB, അതിനെപ്പറ്റി. അപ്പോൾ ഇതും ഞാൻ സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിൽ അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാം മലയാളത്തിലാണ് വിശദീകരിക്കുന്നത്, അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇൻവെർട്ടർ, UPS, ഇലക്ട്രോണിക് ചോക്ക് എന്നിവയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പവർ റേറ്റിംഗ്, പിന്നെ നമ്മുടെ ലൈറ്റുകളെ പറ്റിയുള്ള ഇൻകാൻസൻ ലൈറ്റ്, ഫ്ലൂറസൻ ലൈറ്റ്, CFL ലാമ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയെല്ലാം വിശദമായിട്ട് പഠിച്ച് വയ്ക്കുക. എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളുടെ അംഗീകൃത ചിഹ്നങ്ങൾ, അതായത് നമ്മുടെ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോയിങ്സൊക്കെ റീഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട് രേഖാചിത്രം, നമ്മൾ സിംഗിൾ ലൈൻ ഡയഗ്രാം എന്നൊക്കെ പറയുന്നില്ല, അത് മനസ്സിലാക്കലാണ്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെയാണ് ഞാനൊരു ബേസിക് ഇതിൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ തപ്പിയാൽ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ സാധനത്തിൻ്റെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലും വിശദമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിക്കുന്നുണ്ട്. അവിടെ എന്നെപ്പോലെ തന്നെ പ്രഗത്ഭരായുള്ള പല അധ്യാപകരുള്ളൂ. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പഠിപ്പിക്കുന്നത്. വർക്ക് ചെയ്തവരും വർക്ക് ചെയ്തിരുന്നവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരും. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതുപോലെ ഡിസൈൻസും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വയർമാൻ ഈ സിലബസ് അവർ രൂപകൽപ്പന ചെയ്തേക്കുന്നത് തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്ന ഫീൽഡിൽ ആവശ്യം വരുന്ന കാര്യങ്ങൾ ഇതിൽ എഴുതിയേക്കുന്നത്. നമ്മൾ ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പല സാധനങ്ങൾ ആവശ്യമുള്ളതില്ലാത്തതും പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഈ സിലബസ് വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ
അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ നിത്യമായിട്ടുള്ളൊരു ഇലക്ട്രിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളുടെ നിത്യജീവിതത്തിൽ ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി 10ാമത്തെ കേസ് പറയുന്നത് പ്രതിഷ്ഠാപനങ്ങളുടെ പരിശോധനയും പ്രവർത്തിപ്പിക്കലും സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് ഓരോ ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാന ഒരു പാർട്ടാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ വയർമാൻ ലൈസൻസ് എടുത്ത് നിങ്ങൾക്ക് സി ക്ലാസ് ലൈസൻസ് ഒക്കെ എടുക്കാൻ 3 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഈ എക്സാം എഴുതി പാസ്സാവുന്നവരാണെങ്കിൽ 5 വർഷം ഒരാളുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിന് ശേഷം സി ക്ലാസ് ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഈ പാർട്ട് നിങ്ങൾക്ക് അപ്പോൾ ഉപകാരപ്പെടും. അതിൻ്റെ പരിശോധനയും പ്രവർത്തിപ്പിക്കലും എങ്ങനെ ഇൻസുലേഷൻ ടെസ്റ്റർ, മെഗർ ടെസ്റ്റിംഗ്, എർത്ത് ടെസ്റ്റിംഗ്, നിയോൺ ടെസ്റ്റർ, അത് നമ്മുടെ സാധാരണ ടെസ്റ്റർ, അത് എല്ലാവർക്കും അറിയായിരിക്കും. ഹാൻഡ് ഹെൽഡ് ലാമ്പ് ടെസ്റ്റർ, സിംഗിൾ ഫേസ് വയറിങ്ങിലെ കണ്ടിന്യൂറ്റി നോക്കലും പൊളാരിറ്റി ചെക്ക് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 10ാമത്തേത് നിങ്ങൾക്ക് സി ക്ലാസ്സിലും ഉപയോഗപ്പെടാം. ഓക്കെ. പിന്നെ അതുകൂടാതെ 11ാമത്തെ കേസ് പറയുന്നത് ജോലി ചെയ്യുമ്പോഴുള്ള സേഫ്റ്റിയുടെ പാർട്ടാണ് പറയുന്നത്. സുരക്ഷാ നടപടികൾ, വയർമാന്മാരുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ഉപാധികൾ. പിന്നെ അതുകൂടാതെ നമ്മുടെ താരിഫുകൾ, നമ്മുടെ വൈദ്യുതി താരിഫുകളെ പറ്റിയുള്ള ഒരു ഐഡിയ വേണം. ഒരു ഉപഭോക്താവിന് വൈദ്യുതി കണക്ഷൻ കൊടുക്കുമ്പോൾ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ, കംപ്ലീഷൻ റിപ്പോർട്ടിൻ്റെ സമർപ്പണം എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ കംപ്ലീഷൻ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അത് വന്ന് ചെക്ക് ചെയ്യുക, ഓവർസിയറോ അല്ലെങ്കിൽ സബ് എഞ്ചിനീയറോ വന്ന് ചെക്ക് ചെയ്ത്, നമ്മുടെ വീടുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ മുകളിലുള്ളതിന് അതനുസരിച്ചുള്ള ആൾക്കാർ വരുന്ന ചെക്ക് ചെയ്ത് നമുക്ക് കണക്ഷൻ തരുന്ന കേസുകളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. പിന്നെ വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങളുടെ പരിപാലനം, അതിൻ്റെ മെയിൻ്റെനൻസും പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയും, പ്രശ്നം വരാത്തതും. പിന്നെ ഊർജ്ജ സംരക്ഷണങ്ങളുടെ മാർഗ്ഗങ്ങളെ സംബന്ധിച്ചുള്ള അറിവ്, നമ്മൾ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയുള്ള അറിവുകൾ, കോൺട്രാക്ടറെ ബന്ധപ്പെട്ട കോൺട്രാക്ടർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കുക. അങ്ങനെയുള്ള വയർമാന്മാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ പഠിച്ചു വയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ ഇതേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ മെൻറ്ററായിട്ട് പോകുന്നുണ്ട്, ഞാനിപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ MTTC ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ഇവിടെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും ചില സ്ഥലങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ എവിടെ പഠിച്ചാലും നമ്മളത് മനസ്സിരുത്തി പഠിക്കുക. നമുക്ക് വർക്ക് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് പഠിച്ച് അടുത്തടുത്ത ലെവലിലേക്ക് പോകുക എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റിൽ നമ്മൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലിയർ ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്രാക്ടിക്കൽ പാർട്ടുണ്ട്. പ്രാക്ടിക്കൽ പാർട്ടിൽ നമ്മുടെ സിമ്പിൾ വയറിങ് മുതൽ ഇപ്പോൾ 1 വേ വയറിങ്, 2 വേ സ്വിച്ചിൻ്റെ ഒക്കെ വർക്കിങ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചുകൊണ്ട് വരും. പ്ലഗിൻ്റെ കണക്ഷൻ അത് അവർ തരും, ഏതാണ് നമ്മുടെ സ്റ്റെയർ കേസ് വയറിങ്, മാസ്റ്റർ കൺട്രോൾ വയറിങ്, ഇത് അങ്ങനെയുള്ള ഗോഡൗൺ വയറിങ് പോലത്തെ, ഹോസ്പിറ്റൽ വയറിങ് പോലത്തെ സാധനങ്ങളെല്ലാം, അങ്ങനെയുള്ള വയറിങ് ആണ് നമ്മുടെ പ്രാക്ടിക്കൽ പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് അത് ഇത്ര വലിയ ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല. പിന്നെ കോൺടാക്ടർ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, അതിൻ്റെ കാര്യങ്ങളും ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. പിന്നെ ഇതുപോലത്തെ ഫുൾ ഫോംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ചോദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലൊക്കെ അറിയണം താല്പര്യമുള്ളവർ വാട്സാപ്പ് ചെയ്താൽ ഞാൻ വാട്സാപ്പ് നമ്പർ എൻ്റെ കൂട്ടത്തിൽ ഇടാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂട്ടത്തിലിടാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻസിലൊക്കെ ആയിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.